ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു 3 മാർക്സിൻ്റെ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. രാജൻ ആൻഡ് സോജൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. രാജനും സോജനും ഒരു പാർട്ട്നേഴ്സ് ആണ് ഒരു ഫേമിൽ. ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. അതായത് ഇവർ രണ്ടുപേരും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? 3:1. വേറെ മന്ത്ലി ഡ്രോയിങ്സ് ഇവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം, മന്ത്ലി ആണ്. ഓക്കെ, ഇവർ മന്ത്ലി എത്ര പിൻവലിക്കുന്നുണ്ട്? 4,000 പിൻവലിക്കുന്നുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ചാർജ്ഡ് അറ്റ് 10% പെർ ആനം. ഇവർക്ക് എത്രയാണ് ചാർജ് ചെയ്യുന്നത്? 10% ആണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ രാജൻസ് ഡ്രോയിങ്സ്. നമ്മളോട് പറഞ്ഞത് രാജൻ്റെ ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ് 2023 അസ്യൂമിങ് ദാറ്റ്. അതായത് 3 കേസാണ് ഇവിടെ പറയുന്നത്. രാജൻ എല്ലാ മാസവും ബിഗിനിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര? ഇൻ ദ മിഡിൽ ഓഫ് എവറി മന്ത്. എല്ലാ മന്തിൻ്റെയും മിഡിൽ, അതായത് 15-ാം തീയതിയൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരിക? ഇൻ ദ എൻഡ് ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തിൻ്റെ അവസാനം പിൻവലിക്കുക, ഡ്രോയിങ്സ് എടുക്കുകയാണെങ്കിൽ എത്രയാണ് വരിക? അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയേണ്ട ഫോർമുല ഇതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരീഡ്. അതായത് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ തരിക്കുന്ന പെർസെൻറ്റേജ് ആട്ടോടാ. പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആയി? ക്വസ്റ്റ്യനിൽ റേറ്റ് 10% ആണ്. ഓക്കെ, ഇനി ആവറേജ് പീരീഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആവറേജ് പീരീഡ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. അതായത് ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5 ആണ് ആവറേജ് പീരീഡ് വരിക. മിഡിൽ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6 മന്ത് ആണ്. എൻഡ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ 5.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കേസിലുള്ളതും ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ബിഗിനിങ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ബിഗിനിങ്ങിലെ ഡ്രോയിങ്സ് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ടോട്ടൽ ഡ്രോയിങ്സ് അറിയണം. അതായത് ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു മാസം 4,000 ആണ് രാജനും മറ്റാളും വിഡ്രോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രാജൻ്റെതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ രാജൻ്റെ എത്ര ഉണ്ടാവും? 4,000 ആണ് ഒരു മാസം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 4,000 ഇൻറ്റു 12 എത്ര വരും? 48,000 ആണ് മൊത്തം ഡ്രോയിങ്സ് രാജൻ്റെ. ഓക്കെ, ഇനി നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഡ്രോയിങ്സ്, അതായത് ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണ് നമ്മൾ ചെയ്യുന്നത്. ബിഗിനിങ് ഓഫ് എവരി മന്ത് ആകുമ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് എത്ര വരിക നോക്കിക്കേ. ടോട്ടൽ ഡ്രോയിങ്സ് 48,000 ഇൻറ്റു, പിന്നെ നമ്മളോട് എന്താ പറയുന്നത്? റേറ്റ് ആണ് അല്ലേ. റേറ്റ് ആണ് നമ്മളോട് പറയുന്നത്. റേറ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് പറഞ്ഞത്? 10%. അതിന് നമ്മൾ 10/100 കൊടുക്കും ഇൻറ്റു നെക്സ്റ്റ് ആരാ? ആവറേജ് പീരീഡ്. ആവറേജ് പീരീഡ് എത്രയാണ്? നമ്മളവിടെ ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5 മന്ത് അല്ലേ. അപ്പം നമ്മൾ 6.5 ഇടും ഡിവൈഡഡ് ബൈ 12 അല്ലേ. 12 മന്ത് ടോട്ടൽ, അതിൽ 6.5 ആണ് നമ്മൾ ആവറേജ് പീരീഡായി എടുക്കുക. അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ബിഗിനിങ് ഓഫ് എവരി മന്ത് വലിക്കുകയാണെങ്കിൽ നമുക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2,600. ഇനി മിഡിലാണെങ്കിൽ എങ്ങനെ? ഇക്വേഷൻ നോക്കുന്നു. ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാണ്? 48,000 ഇൻറ്റു റേറ്റ് എത്രയാടാ? 10% ആണ്. 10/100 അല്ലേ ഇൻറ്റു ആവറേജ് പീരീഡ്. ശ്രദ്ധിക്കണം, മിഡിൽ ഓഫ് എവരി മന്ത് അല്ലേ. മിഡിൽ ഓഫ് എവരി മന്ത് ആകുമ്പോൾ ആവറേജ് പീരീഡ് എത്രയാ? 6 മന്ത് ആണ് അല്ലേ. 6 മന്ത് 6 ഡിവൈഡഡ് ബൈ എത്ര ടോട്ടൽ മന്ത്? 12 മന്ത്. അപ്പോൾ നമുക്ക് മിഡിൽ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 2,400 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണം. ഇനി അടുത്തത് എൻഡ് ഓഫ് എവരി മന്ത്. എല്ലാ മാസവും ലാസ്റ്റ് ആണ് പിൻവലിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ. ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാ? 48,000 ഇൻറ്റു റേറ്റ് എത്രയാ? 10% അല്ലേ. 10/% ആക്കാൻ 100 ഇൻറ്റു എത്ര? ആവറേജ് പീരീഡ് ശ്രദ്ധിക്കണം. എത്ര? എൻഡ് ഓഫ് എവരി മന്ത് ആകുമ്പോൾ ആവറേജ് പീരീഡ് 5.5 ആണ്. അപ്പോൾ 5.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ മന്ത് എത്ര? 12 മന്ത്. അപ്പോൾ അതാ നമുക്ക് 3 മാസത്തെ എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടി. ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ ആണ്, എന്നാലും 3 മാർക്സിനോളം വെയിറ്റേജ് ഉണ്ട്.